സിനിമ കാരണം എൻ്റെ സന്തോഷം സിനിമയെ ഞാൻ 2 ഗുണി കൂട്ടിക്കെട്ടിയിട്ടുള്ള മീൻസ് നമ്മുടെ പ്രൊഫഷണൽ രീതിയിലുള്ള ചില ഫ്രസ്ട്രേഷൻസ് ഇതൊക്കെ വരും നമ്മൾ ഇത് ചെയ്തിട്ട്. പക്ഷെ അത് ആളുകൾ സ്വീകരിക്കാത്തതിനും അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം അത് എൻ്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയായിരിക്കും. അപ്പം അതെന്താണെന്ന് മനസ്സിലാക്കി അടുത്ത പടത്തിൽ വേറെ രീതിയിൽ വരാം എന്നുള്ള രീതിയിൽ തന്നെ പിടിക്കണല്ലോ. അല്ലാതെ അത് ഇല്ല ഇല്ല നമ്മൾ കൊമേഡിയൻസിന് ഡിപ്രഷൻ പറഞ്ഞിട്ടില്ല. ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഭയങ്കര അച്ചടക്കാണ്, ഒരു ശല്യം ഇല്ല, ദേഷ്യം ഞാൻ പട്ടാളത്തിലായിരുന്നു. ഫൺ പടമാണ്. ഇവരിൽ ആരുടെ സൂപ്പർ പവർ ആയിരിക്കും? മലയാളം യങ്സ്റ്റേഴ്സിനെ, നിങ്ങളെ പോലുള്ള പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കുന്നു. അതെന്താ പറയുക, ഇവർക്ക് കഴിവുണ്ട്. നമസ്കാരം നമസ്കാരം നമസ്കാരം, വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് പ്ലൂട്ടോ എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മുടെ എവരെയും പ്രിയപ്പെട്ട നിഹാൽ, അൽതാഫിക്ക ആൻഡ് സുബിൻ. നമസ്കാരം. നമസ്കാരം. കുറച്ച് എനർജറ്റിക് ആയിട്ട് നിൽക്കണം, എനിക്കറിയാം. നമ്മുടെ ഇത് ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്, ഇവരിങ്ങനെ ഓണായി വരുന്നുള്ളൂ. അപ്പൊ എന്റെ ഡ്യൂട്ടിയാണ് നിങ്ങൾ ഓൺ ആക്കുക എന്നുള്ളത് അല്ലെ. അൽതാഫിക്ക സുഖാണോ? സുഖം. അൽതാഫിക്കിനെ അന്ന് ഇന്നും കാണുമ്പോ നമുക്കൊരു പ്രത്യേക ഒരു സ്നേഹം തോന്നും അല്ലെ. നല്ല ഐശ്വര്യമുള്ള ഒരു ചിരിയും ആ ഇരിപ്പും എല്ലാം കാണുമ്പത്തേനും അതെ, ക്യൂട്ട്, ഒരു ക്യൂട്ട് പൂക്കി വൈബ് ഷർട്ടൊക്കെ ഇട്ടാണല്ലോ വന്നേക്കുന്നത്. കിട്ടിയെടുത്തിട്ട് കിട്ടി. അപ്പൊ പ്ലൂട്ടോയിലെ ഒരു ഏലിയൻ ഇറങ്ങാൻ പോകുന്നു. ഇനി ജൂലൈ മാസം ലാസ്റ്റോടെ കേരളത്തിൽ ഒരു ഏലിയൻ വരാൻ പോകുന്നു എന്നൊക്കെ ഒരുപാട് റീൽസ് ഇതൊക്കെ ഇൻസ്റ്റയിൽ ഇങ്ങനെ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഏലിയൻ ആണോ അൽതാഫിക്ക? പറയൂ. അതെ, ഈ സിനിമയിൽ ഏലിയൻ നിലവിൽ ഞാനാണ്. ഓക്കെ, ഏലിയൻ ആയിട്ടുള്ള ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു 30 ഷൂട്ടിംഗ് ദിവസം? കുറച്ച് സാഹസമായിരുന്നു, ചലഞ്ചിങ് ആയിരുന്നു. ചലഞ്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയ പരിപാടി വലിയ പ്രശ്നം ഉണ്ടായില്ല. ഇതിന്റെ വേഷവിധാനം ഉണ്ടല്ലോ, നമുക്കൊരു ബോഡി സ്യൂട്ട് ഉണ്ട്, അത് റബ്ബർ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ്. പിന്നെ പ്രോസ്തറ്റിക്സ് ഉണ്ട്, കൈ ചെവി വെക്കണം, അതിനൊരു 1.5 മണിക്കൂർ ഇരുന്ന് കൊടുക്കണം. അപ്പൊ ഇതെല്ലാം കൂടി ആവുമ്പോ നമുക്ക് രാവിലെ തന്നെ ടയേർഡാവും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അഭിനയം. പിന്നെ ഒരു മീറ്റർ പിടിക്കാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് റെഫറൻസ് എടുക്കാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പൊ ഉള്ള പടങ്ങളുടെ റെഫറൻസ് എടുത്ത് അതിന്റെ കോണ്ടെക്സ്റ്റിന് വേറെയാണല്ലോ, വേറെ തിരക്കഥയാണ് അത്. അതിന് രീതിയിലായിരിക്കും അവർ അതിൽ അഭിനയിച്ചേക്കണം. നമ്മുടെ ടോട്ടലി വേറെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഒരു ഊഹത്തിൽ അങ്ങോട്ട് ചെയ്യുക. അതെ, എന്റെ വേർഷൻ ഓഫ് ഏലിയൻ അല്ലേ. ഇങ്ങനെ നമുക്ക് ഏലിയൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വളരെ ചെറുപ്പം തൊട്ട് തന്നെ ജാദു അല്ലെ, ജാദു എന്നല്ലേ അതിന്, അതെ, കോയിമിൽഗയില് ആ ഒരു ഏലിയനാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ. ആ ഒരു ഏലിയനെ കീഴ്പ്പെടുത്താൻ ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല. ഈ ഏലിയന്റെ പേരെന്താണ്? ഏലിയന് പേരില്ല, നമ്മള് തൽക്കാലം വിളിക്കുന്നതാ പ്ലൂട്ടോ. ഓക്കെ, അല്ലാതെ പ്ലൂട്ടോ ഗ്രഹത്തിൽ നിന്ന് വന്ന ഏലിയനാന്ന് ഊഹിക്കുന്നു നമ്മളെല്ലാരും. ഗ്രഹത്തിൽ നിന്നല്ല. പ്ലൂട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സോളർ സിസ്റ്റത്തിന് അവോയ്ഡ് ചെയ്ത ഒരു ഇതാണല്ലോ. അപ്പൊ അത് കാരണം കുറച്ച് ഈ പറഞ്ഞ വിട്ട തോൽവികളുടെ കഥയാണ്. അവര് വിജയികളാവുന്നതാണ് എൻഡ്. അപ്പൊ അതില് ഒരു തോൽവി ആയതുകൊണ്ട് അവരെ സഹായിക്കാൻ വന്നു. ഓക്കെ, അതിലെ 2 തോൽവിമാരാണോ ഇപ്പുറത്തപ്പുറത്ത് ഇരിക്കുന്നത്? രണ്ട് മെയിൻ തോൽവികളാണ്. മെയിൻ തോൽവികൾ നിങ്ങളാണ്. ഞാൻ വിചാരിച്ച നീരജായിരിക്കും മെയിൻ തോൽവി. അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ നിങ്ങൾ രണ്ടുപേരാണ്. ഓക്കെ, അൽതാഫിക്കിന്റെ ലാസ്റ്റ് ഡയറക്ടറൽ മൂവി ആയിരുന്നു ഓടും കുതിര ചാടും കുതിര എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് കുറെ പേർക്ക് വർക്കായി, കുറെ പേർക്ക് അത് വർക്കായില്ല. ഇപ്പം എല്ലാവർക്കും ഔട്ട് ഓഫ് മീറ്റർ ഉള്ള മൂവീസ് എങ്ങനെ ഡൈജസ്റ്റ് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിൽ എപ്പോഴെങ്കിലും ഡൗൺ തോന്നിയിരുന്നു? കാരണം അത്രയും ഒരു ക്രൂ അല്ലെങ്കിൽ അൽതാഫിക്ക കുറെ നാൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റ് ആണ്. അപ്പൊ കുറച്ചു പേർക്ക് വർക്കായി, കുറച്ചു പേർക്ക് വർക്കായില്ല. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നാൻ കാരണം? ഇല്ല, അത് മീൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് ഷൂട്ട് 1 വർഷം തന്നെ പോയത്. അത് നമ്മൾ പ്ലാൻ ചെയ്ത് 72 ദിവസം ഒറ്റ ഇതുകൊണ്ടാണ്. പക്ഷെ ഷൂട്ട് 1 വർഷം എടുത്ത്. അപ്പൊ ഞാൻ അഭിനയിച്ചിട്ടുള്ള 1.5 വർഷം ഇതിന്റെ ഇടയിൽ ഞാൻ അഭിനയിച്ചില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ടാ വന്നത്. ഇല്ല, ഞാൻ ജീവിതം അങ്ങനെ കാണുന്നത്. അതായത് ചിലപ്പോ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കാരണം വരുന്നത് അങ്ങനെ തന്നെ എടുക്കാം. അതിന്റെ പുറത്ത് ഞാൻ ആദ്യമേ വേറൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, അത് സിനിമ കാരണം എൻ്റെ സന്തോഷം സിനിമയെ ഞാൻ 2 ഗുണി കൂട്ടിക്കെട്ടിയിട്ടുള്ള
മീൻസ് നമ്മുടെ പ്രൊഫഷണൽ രീതിയിലുള്ള ചില ഫ്രസ്ട്രേഷൻസ് ഇതൊക്കെ വരും നമ്മൾ ഇത് ചെയ്തിട്ട്. പക്ഷെ അത് ആളുകൾ സ്വീകരിക്കാത്തതിനും അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം അത് എൻ്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയായിരിക്കും. അപ്പം അതെന്താണെന്ന് മനസ്സിലാക്കി അടുത്ത പടത്തിൽ വേറെ രീതിയിൽ വരാം എന്നുള്ള രീതിയിൽ തന്നെ പിടിക്കണുള്ളൂ. അല്ലാതെ അത് അത് കാരണം മാത്രമായിട്ട് ഇങ്ങനെ സ്റ്റക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഇല്ല അല്ല ഇല്ല ഇല്ല നമ്മൾ ഓക്കെ. കൊമേഡിയൻസിന് ഡിപ്രഷൻ പറഞ്ഞിട്ടില്ല. പറയുന്നത് അത് കോമഡി അതെ കോമഡി പറയുന്നൊക്കെ ഡിപ്രഷൻ ഇല്ല. ചെയ്യിക്കും. ആ ഓക്കെ. ഈ ഇപ്പം നിങ്ങളുണ്ട് നിഖാലും സുബിൻ, ഇപ്പൊ നിങ്ങളുടെ ഒരു ഇൻസ്റ്റാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നൊരു ഇതിപ്പോ അത് ഞാൻ ഉപയോഗിക്കുന്നില്ല, അത് ക്ലീശ ചോദ്യമായിരിക്കും. എന്നാൽ കൂടി ഇപ്പൊ വാഴ 2 സക്സസ് ആയി, അതും നമ്മുടെ ഇൻസ്റ്റയിലുള്ള അല്ലെ നമ്മളെല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു ഗ്യാങ് ആയിരുന്നു. അപ്പൊ അവർ ഇത്രയും സക്സസ്ഫുൾ ആകുമ്പോൾ ആ ഒരു കമ്പാരിസൺ എപ്പോഴും ആ വാഴ 2 വെച്ച് ഇനി നിങ്ങൾ അഭിനയിക്കുന്നതായിട്ട് ഒരു കമ്പാരിസൺ വരുമോ എന്ന് എപ്പോഴെങ്കിലും പേടിപ്പെടുത്തുന്നുണ്ടോ നിങ്ങളെ, അല്ലെങ്കിൽ ആ ഒരു കമ്പാരിസൺ ജനങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല പ്രേക്ഷകർ അത്രയ്ക്ക് മണ്ടന്മാരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട്, ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന റോളുകളുണ്ട്. പിന്നെ ഓരോ സിനിമയും ഓരോ സ്വഭാവമാണ്. ഇപ്പൊ വാഴ ആ ഒരു മീറ്റർ പടവാ, അത് ഭയങ്കരമായിട്ട് എല്ലാരും എൻജോയ് ചെയ്ത് മലയാളികൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ എല്ലാ പടവും അങ്ങനെ തന്നെ. ഇപ്പൊ അതിൽ അഭിനയിച്ച അവര് തന്നെ അങ്ങനെ വീണ്ടും വരണമെന്നില്ല. ഇപ്പം ആ ഒരു ടീം അതിൽ അഭിനയിച്ച് സക്സസ് ആയി. അവരിനി അതുപോലെ ഒരു പടം ഇനി എടുക്കണമെന്നില്ല, അവരത് കഴിഞ്ഞു. അവരിനി എടുക്കാൻ പോകുന്ന ഇൻഡിവിജ്വൽ ആയിട്ട് ചിലപ്പോൾ വേറെ പരിപാടിയൊക്കെ ആയിരിക്കും. അതൊക്കെ ഇനി അവരുടെ കഴിവിന്റെ ബലം അനുസരിച്ച് സക്സസ് ആക്കി എടുക്കുക. അപ്പൊ നമ്മളും അതെടുത്ത് ഹിറ്റ് ആക്കി എങ്കിൽ നമ്മൾ ചെയ്യുന്ന പടവും ഹിറ്റ് ആവും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ മണ്ടത്തരാ. ഓരോ പടം ഓരോ മീറ്ററാ. നമുക്ക് കിട്ടുന്ന റോള് ഭംഗിയായിട്ട് ചെയ്യുക, മാക്സിമം ബലിപ്പിച്ചെടുക്കുക, ജനങ്ങളെ കൊണ്ട് ഇഷ്ടപ്പെടുത്തുക, അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ വാഴ ടീമിലുള്ള എല്ലാവരും നമ്മൾ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. നമുക്ക് ഈ സിനിമയ്ക്ക് മുന്നേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും കാണുകയും ചെയ്യുന്ന സുഹൃത്തുക്കളാണ്. അവരുടെ വിജയത്തിൽ അവരെ പോലെ തന്നെ സന്തോഷമുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഡേ അവരെല്ലാരെയും വിളിച്ചു. ഉണ്ടായിരുന്നല്ലോ, എന്റെ ഭാഗമായിരുന്നു. അതെ ഞാൻ ചെറുതായിട്ട് തിയേറ്റർ സീനില് ഏറ്റവും കൂടുതൽ കയ്യടിയും അല്ലെ, ഏറ്റവും കൂടുതൽ എന്താ പറയാ ആ പപ്പടത്തിന്റെ ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു സീൻ ഭയങ്കര ഗംഭീരായിരുന്നു. ഇപ്പൊ തന്നെ ഇപ്പൊ ഈ പ്ലൂട്ടോയുടെ ആയിക്കോട്ടെ, ഇപ്പൊ നേരത്തെ ഇറങ്ങുന്ന കുറച്ച് മൂവീസിന്റെ കടയിൽ നിങ്ങളെല്ലാം ഇൻസ്റ്റാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ഞാൻ ആ ലേബിൾ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല, എന്നാൽ കൂടി കമന്റ്സ് വരുന്നത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ മൊത്തം തിയേറ്ററിലേക്ക് വരുവാണോ എന്ന തരത്തിലുള്ള കുറെ കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നത്? ലൈക്ക് ഇൻസ്റ്റാഗ്രാം റീൽസ് ഇപ്പൊ തിയേറ്ററിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കിന്റെ ഫലമായിട്ടാണ് നിങ്ങളെ നോട്ടീസ് ചെയ്ത് ഫിലിമിലേക്ക് വിളിക്കുന്നത്. ഇറ്റ്സ് നോട്ട് വെരി ഈസി തിങ് അല്ലേ? അപ്പൊ അങ്ങനത്തെ കമന്റ്സ് ഇടുന്ന കുറെ പേരുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ടീസറിന്റെ അടിയിലായിക്കോട്ടെ, ട്രെയിലറിന്റെ അടിയിലായിക്കോട്ടെ, നിങ്ങളുടെ ഫേസ് കാണുമ്പോൾ ഈ ഒരു കമന്റ് ആണ് വരുന്നത്. അതെങ്ങനെയാ നോക്കി കാണുന്നത് നിഹാവേ? അത് എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എന്റെ ഗ്യാങ്ങും വീഡിയോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാലും ആ വീഡിയോ ആരെങ്കിലും കണ്ട് ആരെയിലൊക്കെ പടത്തിലൊക്കെ വിളിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ചെയ്തു തുടങ്ങിയത്. അങ്ങനെയാണ് ഇതിനെ പിന്നെ അത് റീച്ചായി. പിന്നെ ഇടുന്ന വീഡിയോസ് ഒക്കെ അത്യാവശ്യം റീച്ച് കിട്ടി. ഞങ്ങൾ എങ്ങനെയോ അങ്ങ് ക്രിയേറ്റർ ആയിപ്പോയി. പിന്നെ നോക്കിയപ്പോ മന്ത്ലി വരുമാനം കിട്ടുന്നു. അപ്പൊ പിന്നെ നമ്മൾ നോക്കിയപ്പോ ആഗ്രഹിച്ചൊരു കാര്യം, അഭിനയിക്കാൻ പറ്റുന്നു. കോമഡീസ് ആണ് ചെയ്യുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് കോമഡിയാണ്. ഇപ്പൊ നമ്മൾ സീരിയസ് ആയിട്ടൊരു കണ്ടന്റിന് എത്ര നല്ല കണ്ടന്റ് ആണെങ്കിലും അതിന് റീച്ച് പോകുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതേസമയം ഹ്യൂമർ അങ്ങനല്ല, ഷെയർ ചെയ്ത് പെട്ടെന്ന് നല്ല ഹ്യൂമർ പരിപാടി വർക്കായ ആ വീഡിയോ കയറും. അങ്ങനെ ഞങ്ങൾ ആക്സിഡന്റലി കണ്ടന്റ് ക്രിയേറ്റർ ആയതാ ഞങ്ങളൊക്കെ. സിനിമ വരൽ തന്നെ ആയിരുന്നു ലക്ഷ്യം. അപ്പം നമുക്ക് ഇപ്പൊ ഉള്ള ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ, മുമ്പ് റീൽസ് ആദ്യമൊക്കെ ടൈമില് ഈ പറഞ്ഞ കണക്ക് ഒരു മടിയുണ്ടല്ലോ റീൽസിലുള്ള ഒരു സിനിമയിലെടുത്ത. അപ്പൊ അതൊക്കെ മാറി. അങ്ങനെയൊന്നുമില്ല, പടത്തിലെ ഔട്ടില് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും റിസൾട്ട്. പടമാണ് നോക്കുന്നത്. പടത്തിൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്ത് പടത്തിന്റെ റിസൾട്ട് ഉണ്ട്, അത്ര ആ പരിപാടിയേ ഉള്ളൂ. അപ്പൊ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ റീൽസില് ഞാൻ അഭിനയിക്കുന്ന ഒരു മീറ്റർ, ഞങ്ങൾ എല്ലാവരും റീൽസിൽ നമ്മൾ പെട്ടെന്ന് ചിരി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ 3 മിനിറ്റേ ഉള്ളു റീൽസ്. അപ്പൊ ആ 3 മിനിറ്റില് നമ്മൾ മാക്സിമം എന്തെങ്കിലുമൊക്കെ ഇടണം. ചിലപ്പോ കുറച്ച് ഓവറായിട്ട് ഇടാം, മീറ്റർ വ്യത്യാസം വരും. സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ലൈവായിട്ട് ആ സിനിമയ്ക്ക് വേണ്ട ആ ഒരു സ്ക്രീൻ പ്ലേ കഥാപാത്രം അനുസരിച്ച് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതേ ഉള്ളൂ ഞാൻ നോക്കി കാണുന്ന ഒരു വ്യത്യാസം. ഞാൻ ഇപ്പൊ സിനിമ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ലൈവായിട്ട് ലൈവ് പിടിച്ച് ചെയ്യും. റീൽസിലാണെങ്കിൽ വേണ്ട രീതിയിൽ അതിനനുസരിച്ച് സിനിമ നമുക്ക് കുറച്ച് ടൈം കിട്ടും. കാരണം സ്ക്രിപ്റ്റ് കിട്ടും, ഈ സിറ്റുവേഷൻ ഇതാണെന്ന് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റിന്റെ ആ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആവില്ല എന്നുള്ളതൊന്നും നമുക്ക് അറിവില്ല. പക്ഷെ മറ്റേ നമ്മുടെ ടീമാണ്, നമുക്ക് ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു ടീമാണ്. ഇപ്പം നിഹാലും അമീൻ എന്ത് പറയുന്നു നിഹാലിനും അറിയാൻ. അതുകൊണ്ട് സ്പോട്ടില് നിഹാൽ എന്തെങ്കിലും ഇട്ടാ അമീൻ അതിന് എതിരെ അടിച്ചാൽ പോകും. പക്ഷെ സിനിമയിൽ അങ്ങനെയല്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ചിലപ്പോൾ സ്ക്രിപ്റ്റിലുള്ളത് മാത്രമേ പറയുള്ളായിരിക്കും. ചിലപ്പോൾ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മീറ്ററിനനുസരിച്ച് അങ്ങ് പോവുകയും ചെയ്യും.
അതുകൊണ്ട് തന്നെ നമ്മള് സിനിമ ചെയ്യുമ്പോൾ മാക്സിമം നമ്മളത് ആ സ്ക്രിപ്റ്റ് ബേസ് ചെയ്തും വളരെ ഇത് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാത്രമായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇത് റീൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിരിക്കുന്ന സാധനമാണ്. ചിലപ്പോ നമ്മൾ എന്തൊക്കെ പറയാം. ചിലപ്പോ ഇവിടെ എന്ന് പറഞ്ഞപ്പോ ഈ ക്യാരക്ടർ ഇങ്ങനെ പറയാവൂന്നൊക്കെ ഉള്ള ഇതുണ്ടല്ലോ. കാരണം സിനിമ ആണ് നമുക്ക് അത് കല്ലിയടിയായിട്ട് തോന്നുന്നു. റീൽസിൽ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ആ 3 മിനിറ്റ് എങ്ങനെയും ആൾക്കാരെ ഒന്ന് ചിരിപ്പിച്ച് കിട്ടി ഷെയർ പോയാൽ ഇത്രേ ഉള്ളൂ. സിനിമയെന്ന് വരുമ്പോ നമ്മൾ എന്താണ് ക്യാരക്ടർ, എന്താണ് കഥ, എന്താണ് പരിപാടി, അതനുസരിച്ച് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ അതിനെ അങ്ങനെ കാണുന്നു. പിന്നെ ഇപ്പൊ പറഞ്ഞ ക്രിയേറ്റേഴ്സ് എല്ലാം ഇപ്പൊ റീൽസിലുള്ളവരൊക്കെ ഇപ്പൊ സിനിമയിൽ വരുന്നു. ആ സാധനത്തിനുള്ള ഇതെന്ന് വെച്ചാൽ അതും പടത്തിലിരിക്കുക. പടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഔട്ട് ലാസ്റ്റ് എന്താണോ അതേ പ്രേക്ഷകർ കാണത്തുള്ളൂ. നമ്മൾ അതിന് നല്ലോണം ചെയ്ത സിനിമയിൽ വരാം, നിലനിൽക്കുന്നതാണ് പാട്. സിനിമയിൽ നമുക്ക് ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട് ഇംപ്രസ്ഡ് ആയിട്ട് ആരെങ്കിലും ഒക്കെ നമ്മളെ വിളിച്ചെന്ന് വരാം. പക്ഷെ സിനിമയിലും വന്ന് നമ്മൾ സക്സസ് ആവണം. അത് കഴിവുണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ആ ഒരൊറ്റ പടത്തില് 1-2 പടത്തിൽ വരിക, അതുവഴി അങ്ങ് പോവുക, വീണ്ടും റീൽസിലോട്ടൊക്കെ തന്നെ. നമ്മുടെ ഒക്കെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ഇപ്പം ആൾക്കാരത് ഇപ്പൊ തന്നെ എക്സാമ്പിൾ വാഴ 2 അതിന് മുമ്പ് ആൾക്കാർ വിചാരിച്ചത് റീൽസിലെ പിള്ളേര് മൊത്തം, പക്ഷെ ഇൻഡസ്ട്രി അടിച്ചില്ലേ. അപ്പം സംഭവിക്കുന്നുണ്ട് അങ്ങനെ. അത് നമുക്ക് ഗുണമാണ്. കാരണം നമ്മളെ വിശ്വസിച്ച് ഇനിയും നല്ല പ്രൊജക്ടുകൾ വരാം. ഞങ്ങൾക്കൊക്കെ അത്യാവശ്യം വിളിയൊക്കെ വരുന്നുണ്ട്. ചെയ്യാൻ ആ ഒരു ഇതുണ്ട്. അപ്പൊ അതിലൊക്കെ സന്തോഷമേ ഉള്ളൂ. ഈ സൈഡിൽ ഇരിക്കുന്ന ഡയറക്ടർ നോട്ട് ചെയ്തിട്ടുണ്ട് ഇവരെയൊക്കെ? ഞാൻ ഇവരുടെ അടുത്തൊക്കെ പറയാറുണ്ട്, അല്ലെ എഴുതി പരിപാടി അടുത്ത പടത്തിൽ ഇവരൊക്കെ ഉണ്ടാവോ? തീർച്ചയായും. അത് കൂട്ടത്തിൽ എന്നെയും കൂടെ ആഡ് ചെയ്തോ? കുഴപ്പമില്ല, ഞാൻ അഭിനയിക്ക്, റീൽസ് ചെയ്യാതെ. അപ്പത്തേനും ഗോള് വന്നു. സൈലന്റ് ഇടാൻ പറഞ്ഞു. അല്ല, അതപ്പൊ നടക്കും. പല്ല് ചലിക്കുന്ന പോലെയാണ്. അതുണ്ടോ പരസ്യം ഫലൂഡ നേഷന്റെ. ഫലൂഡ നേഷന്റെ എന്താ വന്നെ? ഒന്നുമില്ല, പുതിയ സാധനം. പുതിയ സാധനമാണോ? പുതിയ ഐസ്ക്രീം ഒക്കെ വന്നിട്ടുണ്ടോ? ഓക്കെ, അൽത്താഫിക്ക, ഈ അൽത്താഫിക്കനെ കുറിച്ച് എല്ലാരും പറഞ്ഞു ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഭയങ്കര അച്ചടക്കാണ്, ഒരു ശല്യമില്ല, ദേഷ്യം വന്നാൽ പട്ടാളത്തിലായിരുന്നു. അത് ഒരു മനുഷ്യന് ഇത്രയൊക്കെ ഇങ്ങനെ കാമായിട്ട് ഡിസിപ്ലിൻ ആയിട്ട് എത്ര നേരം ഇരിക്കാൻ പറ്റും? ഇല്ല, എന്റെ പ്രകൃതം ഇതാണ്. ഞാൻ അതിനു വേണ്ടി ഇന്ന് ഡിസിപ്ലിൻ ആയേക്കാം, തിങ്കളാഴ്ച എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതില്ല. ചൊവ്വാഴ്ച ഇത്തിരി അലസനും ഒന്ന് ഇത് ആ മീറ്റർ അല്ല, ഇങ്ങനെയാണ് നാച്ചുറലി. വീട്ടിലായാലും ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ അൽത്താഫിക്കയുടെ ഒരു മീറ്റർ, ഒരു കോമിക് റോൾസ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്തേക്കണം. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു റോളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എടുക്കോ? ഫുൾ ഭയങ്കര ഇമോഷണൽ ചെയ്താ കൊള്ളാന്നുണ്ട്. പക്ഷെ എല്ലാരും ഇപ്പൊ ഇനിയിപ്പൊ കമ്മിറ്റ് ചെയ്തേക്കണൊക്കെ ഇതന്നെ, കൗണ്ടർ തന്നെ. എല്ലാ കൗണ്ടർ തന്നെയാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞൊരു പടം, അത് ഇതേപോലെ ഭയങ്കര അത്യാവശ്യം നല്ല ഹോംവർക്ക് ഒക്കെ എടുത്ത് ചെയ്തൊരു പടമാണ്. ഒരു കോഡ് ഡ്രാമയാണ് അത്. അത് എനിക്ക് തോന്നുന്നു കുറച്ചൊരു മാറ്റം ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ ഈ സുരാജേട്ടൻ ആദ്യമൊക്കെ ഇങ്ങനെ കോമഡി റോൾസ് അല്ലെങ്കിൽ കൗണ്ടർ റോൾസ് ഒക്കെ ചെയ്തിട്ട് പെട്ടെന്നായിരുന്നു ഒരു സ്വിച്ച് ഭയങ്കര ക്യാരക്ടർ റോൾസിലേക്ക് പോയി, ഭയങ്കര ഇന്റൻസിറ്റി ആയിട്ടുള്ള റോൾസ് ഒക്കെ ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഷിഫ്റ്റ് അൽത്താഫിക്കയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും എപ്പോഴെങ്കിലൊക്കെ? അതേപോലത്തെ കഥാപാത്രം വന്നു കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. വന്നാലാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, വരട്ടെ, ഞങ്ങൾക്കൊന്ന് കാണണം. അൽത്താഫിക്ക ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് കരഞ്ഞ് ഞങ്ങളെ കരയിപ്പിക്കുന്ന ഒരു അൽത്താഫിക്കനെയാണ് ഇനി ഞങ്ങൾക്ക് കാണേണ്ടത്. അൽത്താഫിക്ക അങ്ങനെ ചെയ്യില്ല, നമുക്ക് ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിക്കുന്നത്. ഫസ്റ്റ് ഈ ഫ്ലൂട്ടഡ് പ്രോജക്റ്റ് വന്നപ്പം അൽത്താഫാണ് ഏലിയൻ എന്ന് പറഞ്ഞപ്പോ മനസ്സിലേക്ക് എന്താ പോയെ? എങ്ങനെ ഇത് അവതരിപ്പിച്ചത്? അവൻ ആദ്യത്തെ ഒരു പടം ചെയ്ത കാരണം പിന്നെ കുഴപ്പമുണ്ടായില്ല, ഇനിയൊരു പടം കിട്ടും. രണ്ടാമത്തെ പടം ചെയ്തോണ്ട് കുഴപ്പമില്ല. ഇല്ല, അങ്ങനെയില്ല. ഞാൻ അധികം ആലോചിച്ചില്ല. ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ചെയ്യില്ലായിരുന്നു. അപ്പൊ ആലോചിക്കാതെ ആ ഒരു, കാരണം ഒന്നെന്താ വെച്ചാൽ ഞാൻ കറക്റ്റ് ഡയറക്ഷൻ 1.5 വർഷം അഭിനയിക്കാതെ ഇരുന്നിട്ട് പിന്നെ ചെയ്യണതാണ് ഈ റോള്. അപ്പൊ ഈ പെട്ടെന്ന് അഭിനയിക്കാനുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടല്ലോ. അപ്പൊ ഫസ്റ്റ് വന്ന് ഇതാണ്, ഓക്കെ ചെയ്യാം. സത്യം പറഞ്ഞ ഒരു 1% പോലും ആലോചിച്ചിട്ടില്ല. മീൻസ് സ്ക്രിപ്റ്റിൽ അതെന്താന്ന് വെച്ചാൽ ഭയങ്കര മറ്റേ സീരിയസ് കൈൻഡ് ഓഫ് അങ്ങനത്തെ റോളല്ല, ഇതൊരു ഫൺ പടമാണ്. അപ്പൊ നമ്മുടെ മീറ്റർ തന്നെയാണ് പരിപാടി ഉള്ളത്. പിന്നെ ബോഡിയുടെ ചില ജസ്റ്റിക്കുലേഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം എന്നൊക്കെ ഉള്ള പരിപാടി ഉള്ളൂ. അപ്പൊ അത് കാരണം സേഫ് സോൺ തന്നെയായിരുന്നു.
അതുകൊണ്ട് ചെയ്തു. ഓക്കെ. ഇപ്പൊ ഏലിയൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആദ്യമായിട്ടാണല്ലോ ഒരു സയൻസ് ഫിക്ഷൻ മൂവി ഇങ്ങനത്തെ ഒരു ഏലിയൻ. അതെ അല്ലേ? എന്റെ അറിവില് ഏലിയൻ ആദ്യമായിട്ടല്ലേ മലയാളം. മറ്റേ ഒരെണ്ണം ഉണ്ട്. ഗഗനചാരിയിലൊക്കെ ഉണ്ടല്ലോ. ഗഗനചാരിയൊക്കെ ഉണ്ട്. ആ ഗഗനചാരിയിലുണ്ട്. ഉണ്ട്. പക്ഷെ ആ പടം ഈ പടം രണ്ടും മീറ്ററാ. രണ്ടും വേറെ വേറെ മീറ്റർ ആണല്ലോ. ഇത് അതെ, അതെ. കുറച്ചും കൂടി ഒരു ഫൺ, അല്ലെങ്കിൽ നമുക്കും കിട്ടിയാൽ കൊള്ളാം എന്ന രീതിയിലുള്ള ഒരു ഏലിയൻ ആയിട്ടാണ് എനിക്ക് ഗഗനചാരിയിലെ തോന്നുന്നത്. ഏലിയൻ അല്ലേ? ഏലിയനാ. ആ ഏലിയൻ. എന്റെ സ്ഥിരം പേര് അനാർക്കലി. അനാർക്കലി. നിങ്ങൾ അടങ്കലെത്തിരിക്കുന്ന ഇതിനകത്ത് എന്താ അനാർക്കലി ചേച്ചിനെ കൊണ്ടുവരാത്ത? ഇതില് പേരില്ലല്ലോ. ഇതില് നീരജിനാണ് പേരുള്ളത്. ഏലിയൻ ഒരു പേരായിരുന്നു അനാർക്കലി ചേച്ചിനെ തന്നെ. ഗസ്റ്റ് റോളായിട്ട് കൊണ്ടുവരാത്. അല്ല, നിങ്ങളെ രണ്ടുപേരും അനാർക്കലി എവിടെ ഉണ്ട് അവിടെ അൽത്താഫിക്കയുടെ ഫേസ് ആണ് മലയാള പ്രേക്ഷകർക്ക് വരുന്നത്. നിങ്ങളുടെ ഒരു ബെസ്റ്റ് പെയർ, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങളെ രണ്ടുപേരെ ഞങ്ങൾ അങ്ങ് ഇന്റർനാഷണൽ പെയറായിട്ട് ഞങ്ങൾ ആകെ കൊറേ കമന്റ്സ്. ഇപ്പൊ അനാർക്കലി എവിടെങ്കിലും പോയാലും അൽത്താഫിക്ക് എന്തേ നിങ്ങളുടെ പുതിയ പ്രൊജക്ട് കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടല്ലേ? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പെയറായിട്ട്. മന്ദാകിനിക്ക് ശേഷം അതെ എന്ന് വെച്ചാൽ കൊറേ അതൊരു ചെറിയൊരു പടമാണല്ലോ, അത് എല്ലാവരുടെ അടുത്തോട്ടും റീച്ചായി. അപ്പൊ എല്ലാ ഏജ് ഗ്രൂപ്പിലും ആൾക്കാർക്കും അറിയാം. അപ്പൊ അങ്ങനെ എല്ലാരും രജിസ്റ്റർ ചെയ്തായിരിക്കാം. നിഹാല് വാഴാറ്റുവിന്റെ സമയത്ത് എനിക്ക് കിട്ടിയില്ലാത്തോണ്ട് ചോദിക്കാണ്. തിയേറ്റർ സീനാണ് വാഴാറ്റുവിൽ ഗംഭീരാക്കിയത്. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ എല്ലാവരുടെയും മനസ്സിൽ ആ മൂവി മൊത്തത്തിൽ ഉണ്ടെങ്കിൽ ആ തിയേറ്റർ സീൻ ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ ആ ഒരു സിങ്ക്, നിങ്ങളുടെ ആ ഒരു ആക്ടിങ്, നിങ്ങളുടെ ആ ഒരു ആക്ഷൻ ഒരു രക്ഷയില്ലായിരുന്നു. അത് എങ്ങനെയാ ടേക്ക്, എങ്ങനെയായിരുന്നു ഷൂട്ട്? നിങ്ങളുടെ ആ കൗണ്ടേഴ്സും ആ വാക്കുകളൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നതാണോ അത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നതാണോ? കൂടുതലും സ്ക്രിപ്റ്റ് ആയിരുന്നു. കുറച്ചൊക്കെ നമ്മുടെ പരിപാടിക്ക് വിട്ടു. സവിൻ ചേട്ടനൊക്കെ പുള്ളിയൊക്കെ നല്ല ഫ്രീ മനുഷ്യനാ. അല്ലല്ല, അതിന് മുമ്പുള്ള ആയാലും സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അതിൽ അമീന എനീറ്റ് പറയുന്ന സീനൊക്കെ അത് മാത്രമേ ഉള്ളൂ ഞങ്ങള് ആലോചിച്ച് സെറ്റ് ചെയ്തത്. മുമ്പുള്ള പരിപാടിയൊക്കെ സ്ക്രിപ്റ്റിൽ തന്നെ. അത് കണ്ടായിരുന്നല്ലോ, ആ ക്യാരക്ടർ പിള്ളേരുടെ പ്രായത്തിന്റെ പ്രശ്നം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുട്ട് വീണ പിള്ളേര് അലമ്പുന്നൊരിതുണ്ടല്ലോ, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അല്ല വേറെ ഇതൊന്നും ഇല്ല. പക്ഷെ നമുക്ക് ഇതണക്ക് സ്പോട്ടിൽ അടിക്കാനുള്ള സാധനമൊക്കെ തന്നിട്ടുണ്ട്. അത് നമ്മുടെ ഒരു സെറ്റ് പോലെ ആയിരുന്നു. കാരണം ആഷിർഖാൻ ടീമും അവരൊക്കെ ആയിരുന്നു. നമുക്ക് ആ ഒരു സിംഗ് ഉണ്ടായിരുന്നു. വേറെ പേടിയൊന്നും ഇല്ല, വലിയ ആക്ട് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഒരു ഇതാണല്ലോ. പിന്നെ അതില് ആ ഒരു ഭാഗമാവാൻ പറ്റിയത്, ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഇത് എത്ര ടേക്കിന്റെ സമയത്ത് നിങ്ങൾക്ക് ചിരിയോ, അല്ലെങ്കിൽ ഇത് നമുക്ക് തന്നെ കാണുമ്പോ ഭയങ്കരമായിട്ട് ചിരി നിർത്താൻ പറ്റാത്ത ചിരിയായിരുന്നു? അപ്പൊ നിങ്ങൾ എങ്ങനെ ടേക്കിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു? ഇല്ല, ഞങ്ങള് അത് വേറെ ഒന്നും കൊണ്ടല്ല, അപ്പ ചിരിച്ചാ ശരിയല്ല. ഇപ്പൊ അങ്ങനെ റീൽസിലൊക്കെ എടുക്കാൻ നേരത്തെ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ചിരിക്കും. സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും റെസ്പെക്റ്റോടെ, കാരണം വന്നേ ഉള്ളു എല്ലാരും. നമ്മൾ മാക്സിമം തെറ്റിക്കരുത്. ചിരിയൊന്നും ഇല്ല, ഉള്ളിൽ ഇതൊക്കെ കാണിക്കെങ്കിലും പേടിയാ, ചെറിയൊരു നെഞ്ചിടിപ്പൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് സിനിമയിലോട്ട് വരുമ്പോ തെറ്റിക്കരുതല്ലോ. കാരണം എങ്ങനെ നമുക്ക് നമ്മുടെ ഭയത്തിന് കിട്ടിയ ഒരു അവസരം. അപ്പൊ അത് ഒരിക്കലും മോശമാക്കാതെ തെറ്റിക്കാതൊക്കെ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കും. അതുകൊണ്ട് ഈ ചിരി സാധനം ഒന്നും സിനിമയിൽ അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. കാരണം വന്നല്ലേ ഉള്ളു, നമുക്ക് ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും. ഇപ്പൊ ഈ പ്ലൂട്ടോയിൽ വെച്ച് നോക്കുമ്പോ ഇപ്പൊ നീരജ് മാധവ് ഉണ്ട്, അജിഷേട്ടൻ ഉണ്ട്, അങ്ങനെ കുറെ ആക്ടേഴ്സ് ഉണ്ട്. അപ്പം നീരജ് മാധവ് ഒരു നിങ്ങളുടെ ഒരു ഗ്യാങ്ങിൽ പെടാൻ പറ്റുന്ന ഒരാളാണ്. ഇപ്പൊ അജിഷേട്ടൻ കുറച്ചുകൂടി ഏജ് കൂടുതല നമ്മളെ കാട്ടി. അതായിരുന്നു നമ്മളൊരു റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ടാണ്. മൊത്തത്തിൽ വേറൊരു ഇതാണല്ലോ പുള്ളി. വലിയേട്ടനാ? നിങ്ങളെങ്ങനെ ഉപദേശിച്ച് ടിപ്സ് ഒക്കെ തരാറുണ്ട്? ഉപദേശിച്ച് ഇപ്പൊ ഞാനും സുബിനോടെ കല്യാണരാമന്റെ കോമഡി പറഞ്ഞോണ്ടിരിക്കുമ്പം പുള്ളി വന്നത് കേട്ടിട്ട് വേറെ സിനിമ പറയാം, അത് ഞങ്ങൾ രണ്ടും കണ്ടിട്ടില്ല. ഒരു ഇംഗ്ലീഷ് പടം ആയിരിക്കും അത് ഏതെങ്കിലും വേറെ വലിയൊരു പടം. നമ്മൾ അതിലോട്ടൊന്നും എത്തിയില്ല. ഞങ്ങള് മറ്റേ കല്യാണരാമന്റെ ചോറ് സീനൊക്കെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുമ്പോ പുള്ളി വന്നിട്ട് ഇങ്ങനെ പടത്തെ ഒരു സീനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പടം പറയും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കൊരു അങ്ങനല്ല, അങ്ങോട്ട് എത്താൻ പറ്റണില്ല. ഒരു ചെറിയ CBSE സ്റ്റേറ്റ് പരിപാടി ആ ഒരു ഇതുണ്ട്. പുള്ളി കുറച്ച് എറുപ്പാണ്, നമ്മള് പോയി നിക്കാൻ പറ്റൂല്ലോ. എവിടെ നിന്നാലും പുള്ളി എറിച്ച് നിക്കും. നമ്മളൊക്കെ നോർമൽ മനുഷ്യൻ അങ്ങനല്ല, മീൻസ് നോർമൽ രീതിയിൽ നിൽക്കുന്ന പുള്ളി കുറച്ച് എനർജറ്റിക് ആയിട്ട്. ഞങ്ങളെല്ലാരും സിമ്പിൾ ആയിട്ട് പുള്ളി കോടാലിയും പിടിച്ച്. അത് ശരിയാ, ഇതാണോ സിമ്പിള്? ഒരാളുടെ കോസ്റ്റ്യൂം തന്നെ ഭയങ്കര ഗംഭീരായിട്ടുണ്ട്. ഓ, നിങ്ങൾ എല്ലാരും വെറൈറ്റി കോസ്റ്റ്യൂം. ഇത് ഡ്രാക്കുള ആയിട്ടാണോ?
ആ Vampire ആയിട്ട്. വാമ്പയർ എന്നെ ആയിട്ട് വെട്ടിക്കയറ്റിയതാ. ഓക്കെ പ്രൊഡക്ഷനിൽ എന്നോടുള്ള സ്നേഹം കൊണ്ട് വെട്ടി കയറ്റിയതാണ്. വെട്ടിക്കയറ്റി. അത് AI ആണത്. ഓഹോ പലരും അതെന്താ ഡ്രാക്കുളയായി മാറുന്നേ അത് സിനിമയുടെ ഒരു ഭാഗത്തില് എല്ലാരും ഇങ്ങനത്തെ ഒരു ക്യാരക്ടറായി cosplay, മാറും. ഒരു പരിപാടി ഒരു ഉണ്ട്. ഏരിയയിൽ അങ്ങനെ വരേണ്ടി വരും ഓക്കെ ഓഫ് ചില സാഹചര്യങ്ങൾ കൊണ്ട്. അത് ആ. സിനിമ കാണുമ്പോൾ പിടികിട്ടും. ഈ ഡ്രാക്കുളയുടെ പേര് പറഞ്ഞപ്പോഴേ ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാലും മുന്നേ ഇരുന്നല്ലേ ടാർസൻ എന്നുള്ള ഒരു നിക്ക് എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂയിലുള്ള എല്ലാരും ചോദിക്കും ഇപ്പൊ ഓക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുടി വളർത്തിയോണ്ട് എനിക്ക് തോന്നുന്നു അന്ന് പോലും ഇത്രയും ചോദ്യം വന്നിട്ടില്ല. അന്ന് മുടി അതെ. വെട്ടിയതിനു ശേഷം പിന്നെ കൺഫ്യൂഷൻ ശേഷമാണ് ഇപ്പൊ കൺഫ്യൂഷൻ പറഞ്ഞ അതെന്താ, പക്ഷെ അന്ന് മുടി വളർത്തുമ്പോ എല്ലാവർക്കും അറിയാം കാണുമ്പോ. ഇതുകൊണ്ടായിരിക്കും. എന്റെ ഇരട്ട പേരാ. ആ കളിയാക്കി വിളിച്ചതാ. കളയാക്കി ഇപ്പൊ മുടി വെട്ടിയിട്ട് എന്താ അല്ല മുടി പേരങ്ങ് വെട്ടിയപ്പോ ആ പോകുന്നില്ല ചോദ്യം പിന്നെ ഒരു പ്രാവശ്യം മറ്റേ അതമ്മ വന്ന് മിണ്ടിയിട്ട് ഞങ്ങള് എവിടെ ലുലുലെന്തോ വയ്ക്കാൻ നേരത്ത് സുനിലിന്റെ അടുത്ത് മിണ്ടിയിട്ട് തിരിഞ്ഞതും പുള്ളിക്കാരൻ മറ്റേ ഇടി നോക്കടി മൗങ്കിളി നിൽക്കുന്നത് കാട്ടിലുള്ള ഒരാളാണെന്ന് അറിയാം. കാട്ടിലെ ടാർസനാണോ? പിന്നെ പിന്നെ വേറെ സ്റ്റേഡിയത്തിൽ നടന്നപ്പോഴേ പിള്ളേർക്ക് തായിൽ തുടങ്ങണമെന്ന് അറിയാം. അന്നാ എല്ലാവർക്കും ഉള്ള പേരുമല്ല. ടാഗോർ അല്ലേ ടാഗോർ. അവിടെ നിന്ന് ഓടണോ നിക്കണോ ചില സാഹചര്യങ്ങളൊക്കെ ഒന്ന് കടന്നു പോകാൻ പാട്. ആ ഈ പേര് എന്താ ഇൻസ്റ്റ കൊടുക്കാൻ കാരണം നിക് നെയിം ആയിട്ട് ഇങ്ങനെ എല്ലാരും അല്ല ഞാന് നോർമലി എന്റെ പേരിന്റെ കൂടെ ഇനിഷ്യല് അങ്ങനെയൊക്കെ ഇട്ട് നോക്കി, പല പല സാധനമൊക്കെ ഇട്ട് നോക്കി. പക്ഷെ അങ്ങനെയൊക്കെ പേരിൽ വേറെ ആൾക്കാർ വേറെ ഐഡീസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റ എടുക്കാൻ പറ്റില്ല. സുബിൻ 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 അത്രേ ഉള്ളൂ. സുബിൻ SB SP. അതൊക്കെ ഇട്ട് നോക്കി. ഇൻസ്റ്റയിൽ കൊറേ ഉണ്ട്. അതൊക്കെ ഇട്ട് നോക്കിയപ്പോ അതിൽ അങ്ങനത്തെ ആളുണ്ട്. അങ്ങനെ എന്റെ പേരിന്റെ കൂടെ ഇരട്ട പേരിട്ടു. അന്ന് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. അന്ന് ആരും അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഈ വീഡിയോ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് ഇതെന്തൊരു വെറൈറ്റി പേര്. സുബിൻ ടാർസൻ. അപ്പൊ പിന്നെ അങ്ങനെയായി. മുടിയും വളർത്തേക്ക് ഇങ്ങനെ സമയം ഒരു ടാർസൻ ലുക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ അതെ അപ്പൊ അങ്ങനെ അങ്ങ് പോയി. ഇനിയിപ്പോ എത്ര വലിയ നടനായാലും ഞങ്ങളുടെ മനസ്സിൽ ആ ഒരു പേര് അങ്ങ് രജിസ്റ്റേർഡ് ആയി. അങ്ങനെ നിക്കട്ടെ, കുഴപ്പമില്ല. എന്താന്ന് വെച്ചാ ഒരു വെറൈറ്റി ഉണ്ടല്ലേ. സുബിൻ ടാർസൻ തമിഴിന്ന് കാന്ത ടാർസനെ വിളി. ടാർസനെ കൂപ്പിടുറാ ടാർസനെ കൂപ്പിടുറാ. അൽതാഫിക്കൊക്കെ അറിയായിരുന്നു ഇവരുടെ നിക് നെയിം ഒക്കെ ടാർസൻ എന്നാണ് അല്ലെങ്കിൽ അല്ല പരിചയപ്പെടുമ്പോഴേ സുബിൻ ടാർസൻ എന്നുള്ള രീതിയിലാണ് പരിചയപ്പെടുന്നത്. ഓ ഓക്കെ ഓക്കെ. അപ്പൊ ചോദിച്ചോ എന്താ ഈ ടാർസൻ എന്താന്ന് അങ്ങനെ, കാരണം ഇൻസ്റ്റയിൽ അധികം ആക്റ്റീവ് ആകാത്ത വ്യക്തിയാണല്ലോ അൽതാഫിക്ക്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഇല്ല മീൻസ് എന്റെ അടുത്ത് ആരോ പറഞ്ഞിരുന്നു ഇതേപോലെ അന്ന് ഇവന്റെ പിക്ക് ഞാൻ കണ്ടിരുന്നു. മറ്റേ മുടിയൊക്കെ ജെല്ലൊക്കെ തേച്ച് മറ്റേ ഇവിടുന്ന് ജെല്ലൊക്കെ ഇറ്റ് വീഴും, അത്രയും ഇതൊക്കെ ഇട്ട് ആ രീതിയില് പറഞ്ഞതിന് മുന്നേ എല്ലാരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അൽതാഫിക്ക്, അതുകൊണ്ട് അങ്ങനത്തെ രീതിയിലാണ് നടന്നത്. അപ്പൊ തന്നെ കണ്ട മറ്റേ കറക്റ്റ് ടാർസൻ പരിപാടിയാണ്. ഓക്കെ ഓക്കെ. ഇനിയിപ്പം സർവമായിലേക്ക് വരുമ്പോഴത്തേനും അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് പിന്നെ ഒരു സേഫ് എന്ന് വെച്ചാൽ നിവിൻ ചേട്ടനായിട്ട് അത്രയും ബന്ധമുണ്ട്. നിങ്ങളുടെ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് അല്ലെങ്കിൽ ഒരു ഡെലിവറി ബോയ് ആയിട്ട് വന്നു, പക്ഷെ ഭയങ്കര നോട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അല്ലെ. അതിലേക്ക് എങ്ങനെയാ ലൈക്ക് ആ ഒരു ഗ്യാങ് അതായതുകൊണ്ടാണോ, ലൈക്ക് ഒരു ചെറിയൊരു സീനല്ലേ ഉള്ളൂ. ഇപ്പൊ അൽത്താഫിക്ക് കമ്പയർ ചെയ്യുന്നത് എങ്ങനെ വെച്ചാണ്, ഫ്രണ്ട്ഷിപ്പ് വെച്ചാണോ? കാരണം ഞാൻ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അൽത്താഫ് ഏതൊരു പ്രൊജക്റ്റിലേക്ക് വന്നാലും ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന. ഞാൻ ഫ്രണ്ട്സൊക്കെ വിളിച്ച് ഞാൻ ഒരു ദിവസത്തെ പരിപാടിയും പോയി ചെയ്യും, 2 ദിവസത്തെയും ചെയ്യും, ലീഡും ചെയ്യും, ക്യാരക്ടറും ചെയ്യും, അങ്ങനെ എല്ലാം ചെയ്യും. അങ്ങനെ നോക്കുന്നില്ല, നമുക്ക് അഭിനയിക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. മീൻസ് ഞാൻ ചെയ്യുമ്പോ ചിരി പരിപാടി ആണെങ്കിൽ അത് ലാൻഡ് ചെയ്യാൻ എങ്ങനെയും ശ്രമിക്കും. പിന്നെ കുറെ പേരൊക്കെ എക്സ്പെക്ട് ചെയ്യും എന്തെങ്കിലുമൊക്കെ ഇതില് നമുക്കിത് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ ചിലത് നമ്മൾ പറയും, അത് അവർക്ക് വേണ്ടതാണെങ്കിൽ അവരെടുക്കും, ഇല്ലാത്തതാണെങ്കിൽ അവർ പറയും. അപ്പൊ ഇതും ഈ പറഞ്ഞിട്ട് അഖിലാണ് ഡയറക്റ്റ് ചെയ്തേക്കണം. അഖിലാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ അഖിലിങ്ങനെ ഇങ്ങനത്തെ പരിപാടി അത് ഞാൻ ഷൂട്ടിന്റെ ഇടയില. അപ്പൊ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ സമയത്ത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് ആ സമയത്ത് ഗ്യാപ്പായിരുന്നു, ശനി ഞായർ അങ്ങനെ എന്തോ വരെ. ഇങ്ങനത്തെ ഒരു പരിപാടി 2 ദിവസത്തെ പരിപാടിയുള്ളൂ, വന്നു കഴിഞ്ഞാൽ തിങ്കളാഴ്ച വിട്ടേക്കാം എന്നുള്ള രീതിയിൽ സിങ് സൗണ്ടാണ്, ഡബ്ബും ഇല്ല. അപ്പൊ എന്നാ ശരി ഞാൻ വരാം, നീവിനും കൂടിയാണ് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അങ്ങനെയാണ് ആ ഒരു ഡെലിവറി ബോയുടെ അത് കഴിഞ്ഞിട്ട് അതേ ഡെലിവറി ബോയ് വെച്ചിട്ട് പരസ്യങ്ങൾ ചെയ്തു ഞാനും അജുവും തമ്മിൽ. ഫ്ലിപ്കാർട്ട് ചെയ്തു. അപ്പൊ ആഡിലേക്കും കേറി അല്ലേ, വലിയൊരു സംഭവം. സെയിം അജു ഞാനും. അതെ. ഓക്കെ. ഇനി വേറെ ഏതെങ്കിലും ആമസോൺ വിളിച്ചിട്ടുണ്ടോ? ആമസോൺ ഫ്ലിപ്കാർട്ട് നമുക്ക് മിന്ത്രയല്ലായിരുന്നു വിളിക്കണ്ടേ? മിന്ത്രയല്ലേ അതിനകത്ത് കാണിച്ചോണ്ടിരുന്നത്?
ഇന്ദ്രയില്ല, അങ്ങനെ പേര് പേര് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല അല്ലെ? ഓക്കെ, എനിക്ക് തോന്നിയതായിരുന്നു. വിളിച്ചാലും വരാം. അതെ. ഞാൻ വിളിച്ചാലും ഞാൻ വരാന്നൊക്കെ. ഓക്കെ. ഇനി അൽത്താഫിക്കയ്ക്ക് ഡയറക്ഷൻ ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അത് അഭിനയാണോ? ഡയറക്ഷൻ. ഡയറക്ഷൻ. കൊറേ കാശ് കിട്ടി ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ അടിപൊളി. ചെറിയ പൈസക്ക് ഡയറക്റ്റ് ചെയ്ത് പിന്നെ കുറെ നാള് വീട്ടിലിരിക്കാൻ ഒരു താല്പര്യമില്ല. താല്പര്യമില്ല. കൊറേ കാശ് കുറെ കിട്ടണമെങ്കിൽ കാശല്ല, ഈ പറഞ്ഞോട്ട് നമ്മള് അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോ ഈ ഡയറക്റ്റ് ഓടിപ്പിടിച്ച് പേരിന് പോയി ഡയറക്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ സമയം എടുക്കും. അപ്പൊ ആ സമയം എടുത്ത് പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ അഭിനയം കറക്റ്റ് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്, അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ബ്രേക്ക് ചെയ്തിട്ട് വേണം ഡയറക്ഷനിലോട്ട് പോകാൻ. ബ്രേക്ക് ചെയ്ത് ഇതിന്റെ പ്രീ പ്രൊഡക്ഷനിൽ ഒരു 3 മാസം, പ്രൊഡക്ഷൻ ഒരു 3 മാസം, പോസ്റ്റ് പ്രൊഡക്ഷൻ അങ്ങനെ ഒരു വർഷം മാറി നിൽക്കണം. മാറി നിന്നിട്ട് വേണം പിന്നീട് പിന്നെ അപ്പോഴേക്കും ഇവരൊക്കെ ഭയങ്കര ഇതായിട്ടുണ്ടാവും, പിന്നെ നമ്മളെ കാര്യം വിളിക്കുമെന്ന് അറിയില്ല. അപ്പൊ അത് കാരണം തിരിച്ചൊരു സുബിൻ എന്നെ തന്നെയാണോ പറഞ്ഞതൊക്കെ? പിന്നീട് ഒരു തിരിച്ചൊരു ഉണ്ടാവുമെന്ന് അറിയാത്തോണ്ട് നമ്മള് പക്ഷെ എപ്പോഴും ഈ പറഞ്ഞ തൊട്ട് നമ്മള് ഞാൻ ഈ ആക്ട് ചെയ്യണമെങ്കിലും നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ല, നമ്മൾ ആക്ട് മറ്റാളുടെ എങ്ങനെ ഇരിക്കുക, ആൾ ചെയ്ത് അതൊന്നും നോക്കൂല. ഞാൻ എപ്പോഴും ഒരു സെറ്റിൽ പോയ ലെൻസിങ് ഏതാണ്, ഞാൻ ഫോക്കസ് പുള്ളറായിട്ടായിരിക്കും സംസാരം. ലെൻസിങ് ഇത് ഏതാണ്, എസ്8 ആണ്, ഓക്കെ ഇത് അപ്പം മറ്റത് ഇപ്പം മാറ്റി, ഓക്കെ ഇതിന്റെ ഡെപ്ത് മിനിമം എത്രയാണ്, ഫോക്കസ് മീൻസ് ഞാൻ ടെക്നിക്കൽ ടോക്സ് ആയിരിക്കും, അല്ല എനിക്ക് മറ്റതിനോട് വലിയ ഇതില്ല. ഈ പറഞ്ഞോട്ട് ഇതാണ് എന്റെ പ്രാക്ടിക്കൽ വശത്തിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ബ്രേക്ക് എടുത്തിട്ട് വേണം ഇതിലോട്ട് ചെയ്യാൻ. അതെ. ഈ നിങ്ങളെ ഇപ്പൊ അൽത്താഫിക്ക പറഞ്ഞ പോലെ എല്ലാ സീനിയർ ആക്ടേഴ്സ് യങ്സ്റ്റേഴ്സിനെ ഇപ്പൊ പേടിക്കുന്നുണ്ട്. യങ്സ്റ്റേഴ്സിനെ, നിങ്ങളെ പോലുള്ള പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കുന്നു. അതെന്താ പറയുക, ഇവർക്ക് കഴിവുണ്ട്. ഇപ്പൊ ഒരു പുറമേ ഉള്ള ഒരു ചർച്ച എന്ന് വെച്ചിട്ടുണ്ട്, യങ്സ്റ്റേഴ്സ് ആണ് ഇപ്പൊ മലയാള സിനിമ ഭരിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ അടി വരും, ഇതാരെങ്കിലും കാണുവാണ്, ഇതാരെങ്കിലും കാണുവാണെങ്കിലോ? അങ്ങനല്ലേ, അല്ലേ അടിപൊളി ചാനലാണ്, പക്ഷെ അങ്ങനല്ലേ ഈ ഏരിയ ആരെയും ഇപ്പൊ ഈ പറഞ്ഞ ഭാഗം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആൾക്കാര് കമന്റ് ഇടും, അയ്യോ ഇടരുത്, നമുക്ക് തെറി കിട്ടും, പേടിച്ചരുത്. അല്ല അങ്ങനെയാണ്, പക്ഷെ നിങ്ങൾക്ക് കഴിവുണ്ട്. ഇപ്പൊ അൽത്താഫിക്ക പറഞ്ഞാൽ തന്നെ നിങ്ങൾ എല്ലാരും ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ റീൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പുച്ഛിച്ചു അങ്ങനെ ഒന്നും കാണുന്നതല്ല, കാരണം നിങ്ങൾ എത്രയോ കണ്ടന്റ് അല്ലേ, എത്രയോ എന്ന് വെച്ചാൽ കൗണ്ടബിൾ ആയിട്ടുള്ള കണ്ടന്റ് അല്ല കുറേ കണ്ടന്റ് ചെയ്താണ് നിങ്ങൾ മൂവിയിലേക്ക് എത്തിയേക്കുന്നത്. സോ ആ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ സീനിയേഴ്സിന്റെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലൈക്ക് നിങ്ങളെ പോലെയുള്ള ന്യൂ കമേഴ്സ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് മെസ്സേജ് അയക്കാറുണ്ട് ആൾക്കാർ. പെപ്പ ആന്റണി വർഗീസ് ചേട്ടൻ പുള്ളി അയച്ചിട്ടുണ്ട്, പിന്നെ കുഞ്ചാക്കോ അതിവൻ ഇടിപ്പടത്തിലോട്ട് വരൂലെന്ന് ചാക്കോച്ചനൊന്ന് വെല്ലുവിളി ആകരുത്. പിന്നെ അങ്ങനല്ല, പുള്ളി കണ്ട് നല്ല വീഡിയോസ് ഒക്കെ കൊള്ളാന്ന് പറഞ്ഞ മീന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് സന്തോഷമാണല്ലോ, കാരണം നമ്മളിതൊക്കെ ഇവരൊക്കെ ടിവിയിലും കണ്ട, അപ്പൊ അവര് നമ്മുടെ ഒരു ചെറിയ പരിപാടി കാണുന്നുണ്ട്, ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മളങ്ങനെ കാണുന്നല്ലേ ഈ പറഞ്ഞ കണക്ക് ചുമ്മാ ആര് പറഞ്ഞു ഏത് സീനിയേഴ്സ് ചുമ്മാ അതല്ലേ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞല്ലേ. നിങ്ങൾ അത്രയും നല്ല കഴിവുള്ളവരാണ്. പറയട്ടെ, തെറി വരും നമുക്ക്. ഇവനൊക്കെ ചെയ്തിട്ട് അവനൊക്കെ വന്നിരിക്കും. അൽത്താഫിക്കനെ കണ്ടുപിടിക്കുക എന്ത് സിമ്പിൾ ആയിട്ടാണ്, ആള് ഡയറക്ട് ചെയ്ത് ഡയറക്ടറാണ്, അതെ ആക്ടറാണ്. അപ്പൊ അൽത്താഫിക്ക ഇങ്ങനെ ഇരുന്നാലും ഞാനെന്തോ തെറിയട്ടെ വരെ കിട്ടുന്നു എന്നൊക്കെ കേട്ടാ അപ്പൊ നമ്മുടെ അവസ്ഥയൊക്കെ ഇല്ല ജസ്റ്റ് ഫോർ ഫൺ, അതായത് പ്രേക്ഷകർക്ക് അറിയാലോ. അതെ അല്ല സന്തോഷം. ഇതാണക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ ഇവരൊക്കെ കാണുന്നുണ്ട്, നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഈ ഇതിന്റെ പൂജക്ക് പെപ്പ ചേട്ടാ പുള്ളി ഉണ്ടായിരുന്നു, അപ്പൊ പുള്ളി എന്നെ കണ്ടപ്പോ ബ്രോ അന്ന് മിണ്ടി, ഞാൻ പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞ അടിപൊളിയാണ്, ഉഷാറാവട്ടെ, ഓൾ ദ ബെസ്റ്റ് ഒക്കെ. അതൊക്കെ നമുക്ക് പ്രചോദനവും സന്തോഷവും ഒക്കെ തരുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ, ബാക്കിയൊക്കെ ഇതണക്ക് പ്രേക്ഷകർ പറയട്ടെ. അതെ, ഞങ്ങളും അങ്ങനെയാണ് കാണുന്നുള്ളൂ. അപ്പൊ പ്ലൂട്ടോ ജൂലൈ 13th അല്ലേ റിലീസ് ആകാൻ പോവാണ്. അപ്പം എന്താ പറയാ, പ്രേക്ഷകർക്കും ഞങ്ങൾക്കൊക്കെ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം ഇപ്പൊ കുറച്ചിടയായിട്ട് ചിരിക്കാനാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത്. ഒരിടയ്ക്കെന്ന് വെച്ചാൽ ത്രില്ലർ ആ ഒരു മൂഡിലേക്കായിരുന്നു നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കുറെ അധികം ഫണ്ണി മൂവീസ് ഇറങ്ങിയതുകൊണ്ടാണെന്നറിയില്ല, ആ ഒരു ജോണർ കാണാൻ ഇപ്പോഴത്തെ ഒരു കറന്റ് സിനാറിയോയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിലേക്കാണ് ജൂലൈ 13th പ്ലൂട്ടോ വരുന്നത്. നമ്മുടെ അൽത്താഫിക്ക് അതിനകത്ത് ഏലിയൻ ആയിട്ടും പലരും പല രീതിയിലൊക്കെ
പ്രത്യക്ഷപ്പെടുന്ന ഒരു മൂവിയാണ്. നീരജാണ് ട്ടോ ഇതിന്റെ അതെ, നീരജാണ്. ഹീറോ. നീരജ് അൽത്താഫിക്ക് ഏലിയൻ ഒരു ഭാഗമാണല്ലോ. അതെ, യെസ്. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്, അടിപൊളി ആവട്ടെ. അപ്പൊ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരുപാട് മൂവീസിന്റെ വിശേഷങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റട്ടെ അല്ലേ. താങ്ക് യു.